ബിഗ് ബോസ് സീസൺ 6 ലാലേട്ടൻ എത്തിയ ഒഫീഷ്യൽ പ്രൊമോയില് നമ്മുടെ ലാലേട്ടൻ എല്ലാവരോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ 6 അൺപ്രഡിക്റ്റബിൾ ആയിരിക്കുമെന്ന്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 തീം തന്നെ അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 നമ്മൾ ഇത്രയും നാൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. ഏകദേശം 85% എബവ് ചാൻസ് നമ്മുടെ ചാനലിൽ വരെയും പറഞ്ഞ ഒരുപാടധികം കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഒഫീഷ്യൽ പ്രൊമോ പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു തീം പോലെ തന്നെ ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിലും ഒരു അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 6 നമ്മൾ കൺഫർമേഷൻ കൊടുത്ത ഒരുപാടധികം കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഫൈനൽ ഷോർട്ട് ലിസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കൺഫേംഡ് പറഞ്ഞ ഒത്തിരി കണ്ടസ്റ്റൻസ് പുറത്താക്കപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പുതിയ ഒരു കൺഫർമേഷൻ ലിസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കുന്ന കുറച്ചധികം കണ്ടസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു ലിസ്റ്റിലും നമ്മൾ മുന്നേ പറഞ്ഞ ഒരുപാടധികം കണ്ടസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ പറയാൻ പോകുന്ന ആളുകൾക്കാണ് കുറച്ചും കൂടി സാധ്യത കൂടുതൽ ബിഗ് ബോസ് സീസൺ 6ലേക്ക്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് 80% കൺഫർമേഷൻ ലിസ്റ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് തട്ടിയും മുട്ടിയും ഫെയിം ആയിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ പേര് നമ്മുടെ മുൻ വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് പ്രഭു കുറച്ചുകൂടി കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് ബിഗ് ബോസ് സീസൺ 6ലേക്ക് ഏറെക്കുറെ കൺഫേം ആയി എന്ന് തന്നെയാണ് കേൾക്കുന്നത്. സിദ്ധാർത്ഥ് പ്രഭുവിനെ നമുക്ക് ഈ പ്രാവശ്യം തട്ടിയും മുട്ടിയും അതിൽ നിന്ന് പ്രതീക്ഷിക്കാം, ഇതിന് മുന്നത്തെ സീസണുകളിൽ സാഗറൊക്കെ വന്നതുപോലെ. ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് പൂജ കൃഷ്ണ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ ആങ്കറാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്ന് പാർവതി ബാബു ബിഗ് ബോസ് സീസൺ 6ലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മറ്റുള്ള വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ പങ്കുവച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കിട്ടുന്നൊരു അപ്ഡേറ്റ്സ് പ്രകാരം പൂജ കൃഷ്ണ കുറച്ചുകൂടി കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത്. അടിപൊളി ടോക്കിംഗ് സെൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആങ്കർ തന്നെയാണ്. പുള്ളിക്കാരത്തി വരികയാണെങ്കിൽ ബിഗ് ബോസിന് പറ്റിയ ഒരു അസറ്റായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ആരും പ്രതീക്ഷിച്ച് കാണില്ല, സാജൻ സൂര്യ. ഒരുപാട് നാളുകൾക്ക് മുന്നേ തൊട്ട് തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സീരിയലുകളിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളിലെ സീരിയലുകളിലാണെങ്കിൽ ഒരു സർവ്വ സാന്നിധ്യമാണ് നമ്മുടെ സാജൻ സൂര്യ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് സാജൻ സൂര്യ വരുമോ എന്ന് ഇപ്പം തോന്നും. കാരണം നമ്മുടെ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തിരിക്കുന്ന നമ്മുടെ ഗീതാ ഗോവിന്ദം എന്നുള്ള സീരിയലിലെ ഗോവിന്ദ് എന്ന ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാജൻ സൂര്യ. അതിൽ നിന്ന് പുള്ളിക്കാരൻ പോരോന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുമായിരിക്കും. പക്ഷേ ചാൻസ് ഉണ്ട്. ഏറെക്കുറെ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് സാജൻ സൂര്യ എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. ബിഗ് ബോസ് സീസൺ 5ൻ്റെയും 4ൻ്റെയും ഒക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായ ഒരു വ്യക്തി തന്നെയാണ് സാജൻ സൂര്യ. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആക്ടർ തന്നെയാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ അത്യാവശ്യത്തിന് കണ്ടന്റും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. ദെൻ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് യമുന റാണി. നമുക്കറിയാം പുള്ളിക്കാരത്തി ചന്ദനമഴ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ കുറേ കാലം മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച സീരിയലിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒട്ടനവധി സീരിയലുകളിൽ ഏഷ്യാനെറ്റിലും ഫ്ലവേഴ്സ് ടിവിയിലും സീ കേരളത്തിലൊക്കെ സംപ്രേഷണം ചെയ്തിരുന്ന ഒത്തിരി സീരിയലുകളിൽ വേഷം അണിഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് തന്നെയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ യമുന റാണിയും ഈ ഒരു സമയത്ത് ബിഗ് ബോസ് സീസൺ 6ലേക്ക് ഏറെക്കുറെ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ്. നമ്മുടെ സീനിയർ ആക്ട്രസ് ആ ഒരു രീതിയിലൊക്കെ ഈ യമുന റാണിയെ നമുക്ക് പ്രതീക്ഷിക്കാം. മുൻ വീഡിയോസിൽ നമ്മൾ ബീന ആൻ്റണി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മാറ്റങ്ങൾ വരുന്നുണ്ട് ബിഗ് ബോസിൽ. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേരാണ് നമ്മുടെ സ്വാന്തനം സീരിയലിൽ നിന്ന് ആര് വരും എന്നൊക്കെ ഒരുപാട് പേര് കുറേ നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്സരയാണ് ഏറ്റവും കൂടുതൽ കൺഫർമേഷൻ ആയി നിൽക്കുന്നത്. ഇപ്പോൾ ഏറെക്കുറെ കൺഫേമാണ് അപ്സര. ബിഗ് ബോസ് സീസൺ 6ൽ പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ്. നമ്മുടെ സ്റ്റാർട്ട് മ്യൂസിക്കിലും അതുപോലെ തന്നെ കോമഡി സ്റ്റാറിലൊക്കെ എത്തുന്ന സമയത്ത് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ലേഡി ആക്ടർ തന്നെയാണ് നമ്മുടെ അപ്സര എന്ന് പറയുന്നത്. ബിഗ് ബോസ് സീസൺ 6ൽ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ പേരാണ് രാജീവ് പരമേശ്വരൻ. പുള്ളിക്കാരൻ നമ്മുടെ സ്വാന്തനം സീരിയലിൽ ഒരു ആക്ടർ തന്നെയാണ്. ഒരു നായക കഥാപാത്രം ചെയ്തിരുന്നു. നമ്മുടെ ബാലേട്ടൻ എന്നായിരുന്നു ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. അതിലുപരി ഒരുപാടധികം സിനിമകളിലും അതുപോലെ തന്നെ മറ്റുള്ള ലാംഗ്വേജുകളിലെ സീരിയലിലൊക്കെ ഒരുപാട് വേഷമിട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് രാജീവ്. ബിഗ് ബോസ് സീസൺ 6ലേക്ക് കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ അപ്സര അല്ലെങ്കിൽ രാജീവ്, അല്ലെങ്കിൽ രണ്ടുപേരെയും നമുക്ക് സ്വാന്തനം കാറ്റഗറിയിൽ നിന്ന് ബിഗ് ബോസ് സീസൺ 6ലേക്ക് പ്രതീക്ഷിക്കാം. ദെൻ നമ്മുടെ ലിസ്റ്റിൽ
ഏഴാമത്തെ പേര് ഹൈദർ അലി, ആങ്കർ ആയിട്ടുള്ള നമ്മുടെ ഈ ഹൈദർ അലി ഒരുപാടധികം സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആക്ടേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ആങ്കർ തന്നെയാണ്. എന്താണ് നല്ല ടോക്കിംഗ് സെൻസ് ഉള്ള ഒരു ആങ്കർ തന്നെയാണ്. നല്ല ഇടിയും അടിയൊക്കെ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 പ്രതീക്ഷിക്കാം നമ്മുടെ ഈ ഹൈദർ അലി വരികയാണെങ്കിൽ. കാരണം ഒട്ടനവധി കോൺട്രവേഴ്സീസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഹൈദർ അലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ദെൻ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് അൻഷിത അഞ്ചി നമ്മുടെ ഏഷ്യാനെറ്റിൽ കുറേ കാലം മുന്നേ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച കൂടെവിടെ എന്നുള്ള സീരിയലിൽ സൂര്യ എന്നുള്ള കഥാപാത്രം ചെയ്തിരുന്ന അൻഷിത അഞ്ചി ഏറെക്കുറെ കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് എത്തിച്ചേർന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് അൻഷിത അഞ്ചി തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാകാനായിട്ട് ഏറെക്കുറെ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 9ാമത് സരിത ബാലകൃഷ്ണൻ ഒരു സീരിയൽ ആക്ട്രസ് ആണ്. ഒരുപാടധികം സീരിയലുകളിൽ വേഷമിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പോൾ എന്താണ് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തിക്ക്. അപ്പോൾ എന്താണ് ബിഗ് ബോസിൻ്റെ ഒരു അടുക്കള സരിതാ ബാലകൃഷ്ണൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് സരിതാ ബാലകൃഷ്ണനും ബിഗ് ബോസ് സീസൺ 6 ഏകദേശം കൺഫേം ആണ്. നമുക്ക് എന്തായാലും നോക്കാം. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 10ാമത്തെ പേര് അഖിൽ ഷാ യൂട്യൂബിലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഷോർട്ട് വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാടധികം വ്യൂസ് ആണ് നമ്മുടെ അഖിൽ ഷായുടെ ഓരോ വീഡിയോസിനും കിട്ടുന്നത്. ഈ ഇടയ്ക്ക് നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെ നല്ല നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിലൂടെ പങ്കുവയ്ക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 ഏകദേശം കൺഫേം ആയ ഒരു പേര് തന്നെയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 11ാമത് കേപ്പ് ടൗൺ ഹോട്ടലിൻ്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായിട്ടുള്ള യാദിൽ എം ഇക്ബാൽ. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഗീവ് അവേ കൊടുത്താണ് പുള്ളിക്കാരൻ ഫെയിമായി മാറിയത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ എന്താണ് ഗീവ് അവേ കൊടുത്താണ് പുള്ളിക്കാരൻ ഈ ഒരു ഫെയിമിലേക്ക് എത്തിയത്. അതിലുപരി പുള്ളിക്കാരൻ ഒരു അർജന്റീന ഫാനാണ്. നല്ലൊരു കടുത്ത ഒരു അർജന്റീന ഫാനാണ് പുള്ളിക്കാരൻ. ആ ഒരു രീതിയിലും ഫെയിം തന്നെയാണ്. ഒരു കേപ്പ് ടൗൺ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് യാദിൽ എം ഇക്ബാൽ. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 12ാമത്തെ പേര് തൊപ്പി ഏകദേശം കൺഫേം ആണെന്നാണ് കേൾക്കുന്നത്. തൊപ്പിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു, എനിക്ക് ഓഡീഷൻ കോൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസിൻ്റെ റൂൾസിന് എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തൊപ്പിയെ എന്താണ് ബിഗ് ബോസിലേക്ക് കയറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ തൊപ്പി വന്നാൽ കിട്ടുന്ന കണ്ടന്റുകളൊന്നും മറ്റൊരാൾ വന്നാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അത്തരത്തിലൊരാളെ വിട്ടുകളയില്ല. ബിഗ് ബോസിന് എപ്പോഴും TRPയും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ റീച്ചും തന്നെയാണ് മുഖ്യം. എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം വന്ന് നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഒരു ബിസിനസ് തന്നെയാണ്. അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് വേണം. അതുകൊണ്ട് തന്നെ തൊപ്പി ഒഴിവാക്കാനായിട്ട് ചാൻസ് ഇല്ല. തൊപ്പി വരുമ്പോൾ തൊപ്പിയുടെ ഫിയാൻസി ആയിട്ടുള്ള ഫസ്മിനെയും ഉണ്ടാകും. കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ബിഗ് ബോസ് സീസൺ 6 ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ കപ്പിൾസ് ആയിട്ടായിരിക്കും വരാനായിട്ട് ചാൻസ് കൂടുതൽ. ദെൻ നമ്മുടെ ലിസ്റ്റിൽ 13ാമത്തെ പേര് ശരണ്യ ആനന്ദും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഒരു പുത്രി തന്നെയാണ്. ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബവിളക്ക് എന്നുള്ള സീരിയലിലെ മെയിൻ വില്ലത്തിയായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ശരണ്യ ആനന്ദും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാൻസറാണ്. നമ്മുടെ കോമഡി സ്റ്റാറിലും അതുപോലെ തന്നെ സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ വരുന്ന സമയത്ത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നല്ല ടോക്കിംഗ് സെൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ നല്ല കണ്ടന്റുകൾ നമുക്ക് പുള്ളിക്കാരത്തിൻ്റെ ഇന്ന് പ്രതീക്ഷിക്കാം. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് 14ാമത്തെ പേര് ഋഷി കുമാർ. നമ്മുടെ ഉപ്പും മുളകും ഫെയിം ആയിട്ടുള്ള ഋഷി കുമാറാണ്. ഋഷി കുമാറും എന്താണ് ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് എത്തിയെന്നാണ് അറിയുന്നത്. ഉപ്പും മുളകിൽ നിന്നും ചില സാഹചര്യങ്ങളും കൊണ്ട് പുറത്താക്കപ്പെട്ടത് കൊണ്ട് തന്നെ എന്താണ് ഋഷി കുമാർ കുറച്ചധികം കോൺട്രവേഴ്സീസിലൊക്കെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. നേരെ പിടിച്ച് ബിഗ് ബോസിൽ കയറ്റാനാണ് പ്ലാൻ. നമുക്ക് ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റ് കൊടുക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഋഷി കുമാർ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേര് ഏഷ്യാനെറ്റ് സീരിയൽ ആക്ടർ ആയിട്ടുള്ള അഖിൽ ആനന്ദ് നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്നുള്ള സീരിയലിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം സീരിയലുകളിൽ വേഷമിട്ടിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. ഏഷ്യാനെറ്റ് എന്നല്ല മറ്റുള്ള ചാനലുകളിലും. അപ്പോൾ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 ഏകദേശം 80% കൺഫർമേഷൻ ലിസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ് നമ്മുടെ അഖിൽ ആനന്ദ്. നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താണ് ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ 80%ഓളം കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ്. ഇനിയും ഒരുപാട് പേരുടെ പേരുകൾ നമുക്ക് കിട്ടാനുണ്ട്. കാരണം അടപടല മാറ്റമാണ് വരുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അൺപ്രഡിക്റ്റബിൾ എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ഇത്രയും അൺപ്രഡിക്റ്റബിൾ ആണെന്ന് വിചാരിച്ചില്ല. കാരണം
എന്തായാലും വരുമെന്ന് വിചാരിച്ച ഷാലു പയ്യാട്, ജാസ്മിൻ ജാഫർ, ശ്രീലക്ഷ്മി അറക്കൽ, സീക്രട്ട് ഏജന്റ്, അതുപോലെ തന്നെ പാർവതി ബാബു ഇവരുടെയൊക്കെ കാര്യത്തിൽ സംശയമാണ്. കുറേ പേര് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നൊക്കെ അറിയുന്നുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പിന്തള്ളപ്പെട്ടു എന്നൊക്കെ അറിയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസിൻ്റെ ഒരുപാടധികം സോഴ്സിൽ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു 80% കൺഫർമേഷൻ കൊടുത്ത ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ പേര് നമുക്ക് കിട്ടിയത്. ഇവരിൽ നിന്ന് മാറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. കയറി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ്. കാരണം ലാലേട്ടൻ തന്നെ പറഞ്ഞു അൺപ്രഡിക്റ്റബിൾ ആണ് സീസൺ. അത്രയേറെ ചർച്ച ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനി നമുക്ക് എന്താവോ എന്തോ, നമുക്ക് കാണാം. ബിഗ് ബോസ് സീസൺ 6 പുതുപുത്തൻ അപ്ഡേറ്റുകൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുവരെ ലൈക്ക് ചെയ്യാതെ കണ്ടവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് പോകാൻ നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്